ശ്രീഹരയേ നമ. നമസ്കാരം. ശ്രീമദ് ഭാഗവതം 7-ാം സ്കന്ധം 12-ാം അധ്യായം യുധിഷ്ഠിര നാരദ സംവാദം തുടരുകയാണ്. ഈ അധ്യായത്തിൽ ബ്രഹ്മചര്യ ആശ്രമം, വാനപ്രസ്ഥ ആശ്രമം, ബ്രഹ്മചാരിയുടെയും വാനപ്രസ്ഥന്റെയും ധർമ്മങ്ങളെ പറയുകയാണ്. ബ്രഹ്മചാരി ഗുരുകുലേ വസൻ ദാന്തോ ഗുരോർഹിതം. ബ്രഹ്മചാരി ഗുരുഗൃഹത്തിൽ വസിക്കണം. ദാസനെ പോലെ ഗുരുശുശ്രൂഷ ചെയ്ത് ആ ഗുരുവിൽ നിന്ന് അനുഗ്രഹത്തെ നേടണം. തൻ്റെ ഗുരുനാഥനിൽ ഇളക്കമില്ലാത്തതായ സ്നേഹാദരങ്ങൾ ഉണ്ടാവണം. മനസ്സിനെയും വാക്കിനെയും അടക്കി 2 സന്ധ്യകളിലും ഉഭയസന്ധ്യേജ യഥവാഗ് ജപൻ ബ്രഹ്മ സമാഹിത, 2 സന്ധ്യകളിലും ഗായത്രി മന്ത്രം ജപിക്കുക, ഗുരുഭജനം ചെയ്യുക, ഹരിഭജനം, അഗ്നി, സൂര്യൻ എന്നിങ്ങനെ ഉള്ള ഉപാസനകളെ ചെയ്യണം. ഉപദേശം തരുവാൻ വേണ്ടി എപ്പോഴാണോ ഗുരുനാഥൻ വിളിക്കുന്നത് ആ സമയത്ത് അടുത്തു ചെന്ന് വേദം പഠിക്കണം, അറിവിനെ നേടണം. അധ്യയനം ആരംഭിക്കുമ്പോഴും അവസാനിക്കുമ്പോഴും ഗുരുചരണങ്ങളിൽ വീണ് നമസ്കരിക്കണം. മേഖല, കൃഷ്ണാജിനം, വസ്ത്രം, ദണ്ഡം, കമണ്ഡലു, ഉപവീതം, യജ്ഞോപവീതം ഇതെല്ലാം ധരിക്കണം. അഭ്യംഗസ്നാനം, കേശാലങ്കാരം ഇതൊന്നും ചെയ്യാൻ പാടില്ല. ശരീരത്തിൽ എണ്ണ തേച്ച് കുളിക്കുന്നത്, കേശത്തിനെ വല്ലാതെ അധികം ശ്രദ്ധ കൊടുത്തുകൊണ്ട് സംരക്ഷിക്കുന്നതൊന്നും ബ്രഹ്മചാരിക്ക് ചേർന്നതല്ല. രാവിലെയും വൈകിട്ടും ഭിക്ഷ എടുത്തുകൊണ്ടുവന്ന് ഗുരുവിന് സമർപ്പിക്കുകയും ഗുരുവിൻ്റെ അനുമതിയോടുകൂടി ഭക്ഷണം കഴിക്കുകയും വേണം. അല്ലെങ്കിൽ ഉപവസിക്കുക. സൗശീല്യം, മിതാഹാരം, ശ്രദ്ധ, ഇന്ദ്രിയജയം ഇതെല്ലാം നേടിയെടുക്കണം. സുശീലോ മിതഭുക് ദക്ഷ ശ്രദ്ധാനോ ജിതേന്ദ്രിയ. വർജയിൽ പ്രമദാഗാധാം അഗൃഹസ്ഥോ ബൃഹദ്വൃത. സ്ത്രീകളിലും അതുപോലെ സ്ത്രീ ലോഭികളായിട്ടുള്ളവർ, സ്ത്രീജിതന്മാരായിട്ടുള്ളവരോടും കഴിയുന്നതും സംസർഗം കുറയ്ക്കുക. വൃഥാ ആലാപം, ആവശ്യമില്ലാത്തതായ വർത്തമാനങ്ങൾ ചെയ്തുകൊണ്ട് സമയം കളയരുത്. ഇന്ദ്രിയങ്ങൾ ബലവത്തായതുകൊണ്ട് തന്നെ എത്ര സന്യാസം സ്വീകരിച്ച ആൾക്കും ഇന്ദ്രിയജയം വന്നു എന്ന് അഭിമാനിക്കുന്ന ഒരുവനെ പോലും അവൻ്റെ മനസ്സിനെ ഈ വിഷയങ്ങൾ അപഹരിക്കും. എത്ര സമർത്ഥനാണെങ്കിലും അറിവുള്ള ആളാണെങ്കിലും ശരീര അഭിമാനമുള്ളിടത്തോളം സ്ത്രീ പുരുഷ ഭേദബുദ്ധി ഉണ്ടാവും. നന്വഗ്നി പ്രമദാനാമ ഹൃതകുംഭ സമപ്പുമാൻ സുതാമപി രഹോജഹ്യാത് അന്യതാ യാവദർത്ഥകൃൽ. സ്ത്രീയെ അഗ്നിയായിട്ടും പുരുഷൻ നെയ് നിറച്ച പാത്രമായിട്ടും ഉപമിക്കുകയാണ്. അപ്പോൾ അഗ്നിയുടെ അടുത്ത് നെയ്യിരുന്നാൽ അത് ഉരുകുന്നത് പോലെ അനർത്ഥഹേതുവായിട്ടുള്ള സ്ത്രീ സാമീപ്യത്തെ വർജിക്കണം. അതിനാൽ ഇപ്പോൾ ഒരു പിതാവ് തൻ്റെ പുത്രിയുടെ സമീപത്ത് പോലും അനാവശ്യമായി ഇരിക്കരുത് എന്ന് തന്നെയാണ് ഇവിടെ ശ്രീനാരദ മഹർഷി അഭിപ്രായപ്പെടുന്നത്. ഉപനിഷത്തുകളോടുകൂടി വേദങ്ങളെ അർത്ഥചിന്തനം ചെയ്ത് അധ്യയനം ചെയ്യുക. ഒടുവിൽ ശക്തി അനുസരണം ഗുരുവിന് ദക്ഷിണ ചെയ്ത് സംതൃപ്തനാക്കുക. ഗുരുവിൻ്റെ അനുമതിയോടുകൂടി മറ്റ് ആശ്രമങ്ങളിലേക്ക് പ്രവേശിക്കാം. അതല്ല എങ്കിൽ ഒരുവന് ബ്രഹ്മചാരിയായി തന്നെ ജീവിതകാലം മുഴുവനും പൂർത്തിയാക്കാം.
ഏത് ആശ്രമത്തിൽ ഇരുന്നാലും ആ ജഗദീശ്വരൻ സർവത്ര പരിപൂർണനായി തന്നിലും സകലഭൂതങ്ങളിലും ഒന്നുപോലെ നിറഞ്ഞിരിക്കുന്നതായി ഭാവിക്കണം. അങ്ങനെയാണ് എങ്കിൽ ആ ബ്രഹ്മസ്വരൂപത്തെ അറിഞ്ഞ് ബ്രഹ്മമായി ഭവിക്കാം, ആ പൂർണ്ണ ബ്രഹ്മവുമായി താതാത്മ്യം പ്രാപിക്കാം. അടുത്തത് വാനപ്രസ്ഥാശ്രമത്തെക്കുറിച്ച് പറയുകയാണ്. വാനപ്രസ്ഥസ്യ വക്ഷ്യാമി നിത്യം നിയമാൻ മുനിസമ്മതാൻ. വാനപ്രസ്ഥൻ വനത്തിൽ ഏകാന്തത്തിൽ വസിക്കുക, ഫലവർഗങ്ങളെ മാത്രം ഭക്ഷിച്ചുകൊണ്ട് പ്രകൃതി അനുസരിച്ച് ജീവിക്കുക, നിത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളെ വനത്തിൽ നിന്ന് സ്വീകരിക്കുക, പുതിയത് കിട്ടുമ്പോൾ മുൻപുണ്ടായിരുന്നതിനെ ഉപേക്ഷിക്കണം. ലബ്ധേ നവേ നവേ അന്നാദ്യേ പുരാണം തു പരിത്യജേ. പുതിയത് കിട്ടിയാൽ പഴയതിനെ പിന്നീട് കയ്യിൽ കൊണ്ടു നടക്കരുത്, അതിനെ ഉപേക്ഷിക്കണം. ഒന്നും ആവശ്യത്തിലധികം സംഗ്രഹിച്ചു വയ്ക്കരുത് ഒരു വാനപ്രസ്ഥൻ. അഗ്നിയെ സംരക്ഷിക്കാൻ വേണ്ടി മാത്രം പർണശാലയോ ഗുഹയോ വാസസ്ഥലമായി സ്വീകരിക്കാം. വെയിലേറ്റും മഞ്ഞും മഴയും ചൂടും തണുപ്പും ഇതെല്ലാം സഹിച്ചുകൊണ്ട് തുറന്ന സ്ഥലത്ത് വസിക്കണം. ശരീരശുദ്ധിയിലും മറ്റും ശ്രദ്ധിക്കാൻ പാടില്ല. അങ്ങനെ 12 വർഷമോ അതിന് ശക്തിയില്ല എങ്കിൽ അതിൽ പകുതിയോ അതുമല്ലെങ്കിൽ കഴിവുള്ള അത്രയും സമയമോ ഭഗവത് ധ്യാനപരനായി കഴിയുകയും നിയമങ്ങളെ പാലിക്കുവാൻ ശക്തിയില്ല എന്ന് കണ്ടാൽ അഗ്നികളെ ആത്മാവിൽ സമർപ്പിക്കുക, ശരീരത്തിലുള്ള മമതയെ ഉപേക്ഷിച്ച് തൽക്കാരണങ്ങളായ ഭൂതങ്ങളിൽ ലയിപ്പിക്കുന്നതായി ഭാവിക്കുക, ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അഹങ്കാരത്തെയും ചിത്തത്തിനെയും അതാതിൻ്റെ അതിദേവതകളിൽ ലയിപ്പിക്കുന്നതായി ഭാവിക്കുകയും അവസാനം ശേഷിക്കുന്ന ആത്മാവ് തന്നെയാണ് ബ്രഹ്മം, അന്യമായി യാതൊന്നുമില്ല എന്നറിഞ്ഞുകൊണ്ട് എല്ലാത്തിൽ നിന്നും വിരമിക്കുകയും വേണം എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് വാനപ്രസ്ഥൻ്റെയും ബ്രഹ്മചാരിയുടെയും ധർമ്മങ്ങളെ ഇവിടെ ചുരുക്കി വർണ്ണിച്ച് സമർപ്പിക്കുന്നത്. ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം 13-ാം അധ്യായം യതി ധർമ്മത്തെയാണ് വിസ്തരിക്കുന്നത്. ഇവിടെ ഈ യതിധർമ്മത്തെ പറയുവാൻ വേണ്ടി മുൻപ് അവധൂതചര്യയെ സ്വീകരിച്ചതായ ദത്താത്രേയ യോഗീശ്വരനും അസുര ചക്രവർത്തിയായ പ്രഹ്ലാദനും തമ്മിൽ നടന്ന ഒരു സംവാദത്തെയാണ് നമുക്കിവിടെ കേൾക്കാൻ കഴിയുക. അജഗരവൃത്തി സ്വീകരിച്ച ഒരു മുനി അഥവാ ദത്താത്രേയൻ, അദ്ദേഹത്തിനെ കണ്ടുമുട്ടുകയാണ് ഭഗവത്പ്രിയനായിട്ടുള്ള പ്രഹ്ലാദൻ. ഒരിക്കൽ പ്രഹ്ലാദൻ അമാത്യന്മാരോടുകൂടി ലോകതത്വം ഗ്രഹിക്കാൻ വേണ്ടി സഞ്ചരിക്കുന്നതായ സമയം സഹ്യസാനുവിൽ കാവേരി തീരത്ത്, ആ കാവേരി തീരത്തുള്ള പൂഴിമണലിൽ കുളിച്ച് ആ മണ്ണിൽ തന്നെ ശയിക്കുന്ന അതി തേജസ്വിയായ ദത്താത്രേയ യോഗീശ്വരനെ കാണുകയാണ്. ആകൃതി കൊണ്ടോ കർമ്മം കൊണ്ടോ വർണ്ണാശ്രമ ആദി ചിഹ്നങ്ങൾ ഇവ കൊണ്ടോ ഒന്നും തന്നെ അദ്ദേഹത്തിനെ തിരിച്ചറിയാൻ കഴിയുന്നില്ല. എന്നാൽ ഒരു മഹാത്മാവാണ് എന്ന് പ്രഹ്ലാദന് ബോധ്യപ്പെട്ടതും പ്രഹ്ലാദൻ ആ അവധൂതൻ്റെ ദത്താത്രേയ യോഗീശ്വരൻ്റെ കാൽക്കൽ വീണ് നമസ്കരിച്ചു, അദ്ദേഹത്തിനെ പൂജിച്ചു. പ്രഹ്ലാദൻ ചോദിക്കുകയാണ് ഈ ദത്താത്രേയ യോഗീശ്വരനോട്, സത്യമറിയാനുള്ള ആഗ്രഹത്തോടു കൂടി ചോദിച്ചു എന്നാണ്.
കർമ്മണ ആകൃതിഭിർവാച ലിംഗൈർവർണ്ണാശ്രമാദിഭി ന വിദന്തി ജനായം വൈ സ്വസാവിരി നവേദിച്ച. വിഭർഷികായം പീവാനം സോദ്യമോ ഭോഗവാന്യഥാ വിത്തം ചൈവോദ്യമവതാം ഭോഗോ വിത്തവതാമിഹ. ഭോഗിനാം ഖലു ദേഹോയം പീവാ ഭവതി നാന്യഥ. പ്രവൃത്തി പണിയെടുക്കുന്നവന് ധനമുണ്ടാവും. ധനമുള്ള ഒരുവന് ഭോഗ സുഖങ്ങളെ അനുഭവിക്കാൻ കഴിയും. അങ്ങനെ ഭോഗസുഖം അനുഭവിക്കുന്നവരുടെ ദേഹം താരതമ്യേന തടിച്ചിരിക്കും. അങ്ങയുടെ ശരീരവും ഏതാണ്ട് അതുപോലെ നല്ല തടി ഉള്ള ശരീരമാണ്. എന്നാൽ യാതൊന്നും ചെയ്യാതെ വെറുതെ നിലത്ത് കിടക്കുന്ന അങ്ങേക്ക് ധനമില്ല എന്നുള്ളത് തീർച്ചയാണ്. അതുകൊണ്ട് തന്നെ ഭോഗവുമില്ല. അപ്പോൾ ഭോഗമില്ലാത്ത, ഭോഗസുഖങ്ങളൊന്നും അനുഭവിക്കുന്നില്ലാത്ത അങ്ങയുടെ ശരീരം എന്തുകൊണ്ടാണ് ഇങ്ങനെ സ്ഥൂല രൂപേണ കാണുന്നത്, തടിച്ചിരിക്കുന്നത്? പറയാൻ വിരോധമില്ല എങ്കിൽ പറഞ്ഞാലും. കർമ്മകുശലനായിട്ടുള്ള സമർത്ഥനായിട്ടുള്ള അങ്ങ് ലോകം മുഴുവനും ജനങ്ങൾ, എവിടെ നോക്കിയാലും ജനങ്ങൾ കർമ്മങ്ങളിൽ വ്യാപൃതരായിട്ടാണ് കാണപ്പെടുന്നത്. ഇതൊക്കെ കണ്ടിട്ടും അങ്ങ് ഉദാസീനനായിട്ട് ഇങ്ങനെ കിടക്കാൻ കാരണം എന്താണ് എന്നൊക്കെയുള്ള പ്രഹ്ലാദന്റെ ആ ചോദ്യം കേട്ടിട്ടാണ് അതിന് മറുപടി പറയാൻ ആരംഭിക്കുകയാണ് ദത്താത്രേയ യോഗീശ്വരൻ. ബ്രാഹ്മണ ഉവാച വേദേതമസുരശ്രേഷ്ഠ ഭവാൻ നന്നു ആര്യസമ്മത ഈഹോ പരമയോർ നൃണാം പദാന്യധ്യാത്മചക്ഷുഷ. അല്ലയോ അസുരശ്രേഷ്ഠ, ആര്യസമ്മതനായ അങ്ങ് അധ്യാത്മദൃഷ്ടിയാൽ പ്രവൃത്തി നിവൃത്തികളുടെ ഫലം ശരിക്കും അറിയുന്ന ആളാണ്. ഏകാന്ത ഭക്തി കൊണ്ട് ആ ഭഗവാൻ ശ്രീനാരായണൻ അങ്ങയുടെ ഹൃദയത്തിൽ സൂര്യൻ എപ്രകാരമാണോ ഇരുട്ടിനെ, അജ്ഞാന അന്ധകാരത്തെ അകറ്റുന്നത്, അതേപോലെ അങ്ങയുടെ ഉള്ളിൽ ആ ഭഗവാൻ എപ്പോഴും പ്രകാശിക്കുന്നുണ്ടല്ലോ. എന്നിരുന്നാലും അങ്ങയുടെ ചോദ്യത്തിന് മറുപടി പറയേണ്ടത് എൻ്റെ ധർമ്മമാണ്. ഞാൻ ഗുരുവിൽ നിന്ന് ഗ്രഹിച്ചിട്ടുള്ളതിനെ അങ്ങയ്ക്ക് പറഞ്ഞു തരാം. സംസാര കാര്യങ്ങളെ നടത്തിക്കൊണ്ടുപോകുന്ന, ഒരിക്കലും വേണ്ട കാര്യങ്ങൾ സാധിപ്പിക്കാത്തതായ തൃഷ്ണ, ആ തൃഷ്ണ ഒരു പ്രവാഹം പോലെയാണ്. അതുകൊണ്ട് തൃഷ്ണാ നദി എന്ന് പറഞ്ഞു. തൃഷ്ണയാ ഭവവാഹിന്യ. ആ തൃഷ്ണ എന്നെ പലതും ചെയ്യിപ്പിച്ചു. വ്യത്യസ്തങ്ങളായ ശരീരം സ്വീകരിക്കാൻ ഇടയാക്കി. പലതരത്തിലുള്ള യോനികളിൽ ചെന്ന് പിറക്കുവാനിടയായി. അങ്ങനെ വ്യത്യസ്ത ജന്മങ്ങളെടുത്ത് അനേകം കർമ്മങ്ങളെ ചെയ്ത് ഭ്രമണം ചെയ്ത് യാദൃച്ഛികമായിട്ടാണ് എനിക്ക് ഈ ജന്മം കിട്ടിയത്. അങ്ങനെ കിട്ടിയ മനുഷ്യജന്മം മനുഷ്യജന്മം കൊണ്ട് മോക്ഷപ്രാപ്തിക്കായിട്ട് ഉപയോഗിക്കാം, സ്വർഗപ്രാപ്തിക്ക് വേണ്ടി അതിനെ ഉപയോഗിക്കാം. വീണ്ടും മനുഷ്യനോ മൃഗമോ ആയി ജനിക്കാനും ഇടയായി എന്ന് വരാം. മനുഷ്യജന്മത്തിൽ താരതമ്യേന ജനങ്ങൾ സുഖപ്രാപ്തിക്ക് വേണ്ടി, ദുഃഖ പരിഹാരത്തിനു വേണ്ടി ദാമ്പത്യധർമ്മത്തെ സ്വീകരിച്ച് കർമ്മങ്ങളെ ചെയ്യുന്നു. അത്രാപി ദമ്പതീനാം ച സുഖായ അന്യാവനുത്തയെ കർമാണി കുർവതാം ദൃഷ്ട്വാ നിവൃത്തോസ്മി വിപര്യയം. അങ്ങനെ കർമ്മങ്ങൾ ചെയ്യുന്നവർക്ക് വിപരീത ഫലം വന്നു ചേരുന്നത് കണ്ട് ഞാൻ കർമ്മങ്ങളിൽ നിന്നൊക്കെ നിവൃത്തനായിട്ടിരിക്കുന്നു. ആത്മസ്വരൂപം ആനന്ദമാണ് എന്നും സർവകർമ്മ നിവൃത്തി വരുമ്പോഴാണ് അത്
അനുഭവമാകുന്നത് എന്നും ഭോഗങ്ങൾ മനസ്സിനെ ക്ഷോഭിപ്പിക്കുന്നതാണ്, മനക്ഷോഭകരങ്ങളാണ്. ഇതും അറിഞ്ഞുകൊണ്ട് ഞാൻ സ്വസ്ഥനായിട്ടങ്ങനെ വർത്തിക്കുന്നു. ആത്മാവിൻ്റെ ഈ ഒരു യാഥാർത്ഥ്യത്തെ വിസ്മരിച്ച് മനുഷ്യർ വിവിധങ്ങളായ ഘോരമായ ഈ സംസാരത്തിൽ വിവിധങ്ങളായ കർമ്മ കൽപ്പനയിൽ വ്യത്യസ്തങ്ങളായ കർമ്മങ്ങളെ ചെയ്ത് ഉഴലുകയാണ്. ഈ സംസാരത്തിൽ വീണ്ടും വീണ്ടും പെട്ടുകൊണ്ടിരിക്കുന്നു. പുല്ലുമൂടിയ പായല് ജലം അത് മറിഞ്ഞു കിടക്കുകയാണ്. പായല് മൂടിയ അതിൻ്റെ ചുവട്ടിൽ ജലമുണ്ട് എന്ന് തിരിച്ചറിയാത്ത ഒരുവൻ, അജ്ഞനായ ഒരുവൻ ജലം തേടി കാനൽ ജലത്തിന് പിന്നാലെ പോകുന്നത് പോലെ, അതായത് മൃഗതൃഷ്ണ പോലെ, മരുമരീചിക പോലെ, വെള്ളമുണ്ടോ എന്ന് തോന്നിപ്പിക്കുക എന്നാൽ വെള്ളമില്ലാത്ത അവസ്ഥ, അതിനെയാണ് ഇവിടെ കാനൽ ജലം എന്ന് പറഞ്ഞത്. ജലം തതുദ്ഭവൈച്ഛന്നം ഹിത്വാജ്ഞോ ജലകാമ്യയ മൃഗതൃഷ്ണാം ഉപാധാവേ യഥാന്യത്രാർത്ഥദൃക് സ്വത. ഇത്തരത്തിൽ അജ്ഞത കൊണ്ട് മനുഷ്യൻ ഇല്ലാത്തതിനെ തേടിപ്പോകുന്നത് പോലെ തന്നിൽ നിന്ന് അന്യമായ വസ്തുക്കളുടെ പിന്നാലെ സുഖം തേടി അജ്ഞനായിട്ടുള്ളവൻ പോയിക്കൊണ്ടേയിരിക്കുന്നു. അസ്വതന്ത്രനായ പുരുഷൻ ദൈവാധീനങ്ങളായ ദേഹാദികൾ കൊണ്ട് സുഖം നേടണമെന്ന ആഗ്രഹത്തോടുകൂടി ദുഃഖമില്ലാതെയാക്കണം, ദുഃഖഹാനിയും ഇച്ഛിച്ചുകൊണ്ട് ചെയ്യുന്ന ക്രിയകളൊക്കെ വ്യർത്ഥങ്ങളായിരിക്കുകയാണ്, വ്യർത്ഥങ്ങളായി തീരുകയാണ്. ആധ്യാത്മിക ആധിഭൗതികാദി ദുഃഖങ്ങളിൽ നിന്ന് ഒരിക്കലും വേർപിരിയാതിരിക്കുന്ന മനുഷ്യന് ക്ലേശിച്ചു നേടുന്ന ധനം കൊണ്ടോ കാമം കൊണ്ടോ യാതൊരു പ്രയോജനവുമില്ല. ലുബ്ധന്മാരും അജിതാത്മാക്കളും ഭയം കൊണ്ട് നിദ്ര ലഭിക്കാത്തവരും സർവരെയും സംശയിക്കുന്നതുവരും ആയിട്ടുള്ള ധനികന്മാരുടെ ക്ലേശം ഞാൻ കണ്ടിട്ടുണ്ട്. പ്രാണനിലും ധനത്തിലും ആസക്തരായവർക്ക് ഭരണാധികാരികളിൽ നിന്ന്, കള്ളന്മാരിൽ നിന്ന്, ബന്ധുജനങ്ങളിൽ നിന്ന്, പക്ഷിമൃഗാദികളിൽ നിന്ന്, യാചകന്മാരിൽ നിന്ന് ഒക്കെ ഓരോ കാലത്തും ക്ലേശമുണ്ടാവുന്നുണ്ട്, ഭയമുണ്ടാവുന്നുണ്ട്. പശ്യാമി ധനിനാം ക്ലേശം ലുബ്ധാനാം അജിതാത്മനാം ഭയാദലബ്ധനിദ്രാണാം സർവതോഭിവിശങ്കിനാം രാജതശ്ചോരത ശത്രോഃ സ്വജനാൽ പശുപക്ഷിത അർത്ഥിഭ്യ കാലത സ്വസ്മാൻ നിത്യം പ്രാണാർത്ഥവത് ഭയം. അങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിൽ അവർ നിത്യേന പലതിനെയും ഭയന്നുകൊണ്ടാണ് ജീവിക്കുന്നത്. ശോകമോഹ ഭയക്രോധ രാഗ ക്ലൈബ്യ ശ്രമാദയ യന്മൂലാഹ സുനൃണാം ജഹ്യാൽ സ്പൃഹാം പ്രാണാർത്ഥയോർബുധ. ശോകം, ഭയം, ക്രോധം, രാഗം, ദൈന്യം, ക്ലേശം, ഇതിനെല്ലാം കാരണമായിട്ടുള്ള പ്രാണനിലും ധനത്തിലുള്ള ആസക്തിയെ വിദ്വാൻ, അറിവുള്ളവൻ ഉപേക്ഷിക്കണം. അതിനിവിടെ ഉദാഹരണമായിട്ട് ദത്താത്രേയോഗീശ്വരൻ രണ്ട് കാര്യങ്ങളെ പറയുന്നു. മധുകാര മഹാസർപ്പൗ ലോകേസ്മിന്നോ ഗുരുത്തമോ വൈരാഗ്യം പരിതോഷം ച പ്രാപ്ത ശിക്ഷയാവയം വിരാഗ സർവകാമേഭ്യ ശിക്ഷിതോ മേ മധുവ്രതാൻ കൃച്ഛ്രാപ്തം മധുവത് വിത്തം ഹത്വാപ്യന്യോ ഹരേത് പതി. അനീഹ പരിദുഷ്ടാത്മാ യദൃച്ഛോപനദാദഹം നോചേച്ഛയേ ബഹ്വഹാനി മഹാഹിരിവ സത്വവാൻ. രണ്ട് ഉദാഹരണങ്ങളാണ്, തേനീച്ചയും പെരുമ്പാമ്പും.
രണ്ട് ഗുരുക്കന്മാരാണ്. ഇതേ ദത്താത്രേയ യോഗീശ്വരൻ തന്നെ യദുമഹാരാജാവിന് ഉദാഹരണങ്ങളെ ഉപദേശിക്കുന്ന സമയത്ത് യദു ദത്താത്രേയ സംവാദം ശ്രീമദ് ഭാഗവതം 11-ാം സ്കന്ധത്തിൽ കേൾക്കാൻ കഴിയും. അവിടെ 24ഓളം ഗുരുക്കന്മാരെ ഉദാഹരിക്കുന്നുണ്ട്. എന്തുകൊണ്ടാണ് ദത്താത്രേയ യോഗീശ്വരൻ പ്രഹ്ലാദന് ഇത്ര ചുരുക്കി ഉദാഹരിച്ചതും യദുവിൻ്റെ മുന്നിൽ വളരെ വിസ്തരിച്ചതും? അത് ശ്രോതാവിൻ്റെ വ്യത്യാസമാണ്. യദുവിനേക്കാൾ ആ ഒരു ജ്ഞാനം പൂർണ്ണമായിട്ടുള്ള പ്രഹ്ലാദനെ പോലെയുള്ള ഒരു ഭാഗവതോത്തമന് ഈ രണ്ട് ഉദാഹരണങ്ങൾ തന്നെ ധാരാളമാണ്. ഇവിടെ യദൃച്ഛാലാഭ സന്തോഷം വൈരാഗ്യം ഇത് രണ്ടുമാണ് ഈ ഗുരുക്കന്മാരിൽ നിന്നും അഭ്യസിച്ചത്. സർവകാമനിവൃത്തി തേനീച്ചയിൽ നിന്നും പഠിച്ചു. തേനീച്ച വളരെ ക്ലേശിച്ച് ശേഖരിച്ചു വയ്ക്കുന്ന തേൻ അതിനെ ആ തേൻകൂട് കാണുന്ന മനുഷ്യർ അപഹരിച്ചു കൊണ്ടുപോകുന്നു. പലപ്പോഴും ആ തേൻ പിഴിഞ്ഞെടുക്കുമ്പോൾ തേനീച്ചയ്ക്കും അപകടം സംഭവിക്കുന്നു. അതേപോലെ മനുഷ്യർ ക്ലേശിച്ച് കഷ്ടപ്പെട്ട് സമ്പാദിക്കുന്ന ധനത്തെ പലപ്പോഴും അതിൻ്റെ ഉടമസ്ഥനെ കൊന്നിട്ടോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിൽ ദ്രോഹിച്ചിട്ടോ മറ്റുള്ളവർ അപഹരിച്ചു കൊണ്ടുപോകുന്നു. യാതൊന്നും ചെയ്യാതെ യദൃച്ഛയാ ലഭിക്കുന്നത് കൊണ്ട് ഞാൻ പരിതുഷ്ടനാണ്, സന്തുഷ്ടനാണ്. അഥവാ യാതൊന്നും കിട്ടിയില്ലെങ്കിലും ഒരു പെരുമ്പാമ്പിനെ പോലെ വളരെ ദിവസം ഒരിടത്തു തന്നെ കിടക്കും. മഹാഹിരിവ എന്നാണ് ഇവിടെ പറഞ്ഞത്. അഹി എന്ന് സർപ്പമാണ്. അപ്പോൾ പെരുമ്പാമ്പിനെ പോലെ ഭക്ഷണം കിട്ടിയാൽ കഴിക്കും, കിട്ടിയില്ലെങ്കിൽ വെറുതെ ഒരിടത്ത് കിടക്കും. ക്വചിതൽപ്പം ക്വചിത് ഭൂരി ഭുഞ്ചേന്നം സ്വാദ്വസ്വാദുവാം ക്വചിത് ഭൂരി ഗുണോപേതം ഗുണഹീനമുദ ക്വചിൽ ശ്രദ്ധയോപാഹൃതം ക്വാപി കദാചിന്മാനവർജിതം ഭുഞ്ചേ ഭുക്ത്വാധ കസ്മിംശിൽ ദിവാനക്തം യദൃച്ഛയാ ക്ഷൗമം ദുഗൂലമജിരം ക്ഷീരം വൽക്കലമേവ വാ വസേന്യതപി സംപ്രാപ്തം ദിഷ്ടഭുക് തുഷ്ടധീരഹം. ചിലപ്പോൾ എന്തെങ്കിലും കിട്ടിയെന്ന് വരാം, ധാരാളം കിട്ടും, വളരെ കുറച്ചേ കിട്ടിയുള്ളൂ എന്ന് വരാം. സ്വാദുള്ളതും സ്വാദില്ലാത്തതും ആയിരിക്കാം, ഗുണമുള്ളതോ ഗുണഹീനമായതോ ആവാം കിട്ടുന്ന ഭക്ഷണം, ഭിക്ഷ. ചിലയിടത്ത് ശ്രദ്ധയോടുകൂടി ജനങ്ങൾ കൊണ്ടുവന്ന് തരും, ചിലയിടത്ത് തിരസ്കാരത്തോടുകൂടി നീരസത്തോടെയോ പുച്ഛഭാവത്തോടു കൂടിയിട്ടോ തരും. എന്നാൽ അതൊന്നും നോക്കാതെ കിട്ടുന്നതിനെ കഴിക്കും. ചിലപ്പോൾ പകലായിരിക്കാം കിട്ടുന്നത്, മറ്റു ചിലപ്പോൾ രാത്രിയിലായിരിക്കാം. കിട്ടുന്നതിനെ കഴിച്ച് എവിടെയെങ്കിലും കിടക്കും. ക്ഷൗമം ദുഗൂലം അജിനം ക്ഷീരം വൽക്കലമേവ. എന്തെങ്കിലും ഒരു തുണിയുടെ കഷ്ണമോ ഒരു പട്ടോ ഒരു തോലോ മരവുരിയോ എന്താണോ കിട്ടിയത് അത് ഉടുക്കും. ചിലപ്പോൾ നിലത്ത് കിടന്നുറങ്ങും, പുല്ലിലോ ചാരം ഉള്ളിടത്തോ ആയിരിക്കും കിടക്കുന്നത്. മറ്റുള്ളവരുടെ നിർബന്ധം കൊണ്ട് വലിയ കൊട്ടാരങ്ങളിൽ പട്ടുമെത്തകളിൽ കിടന്നു ഉറങ്ങിയെന്ന് വരാം. ചില സമയങ്ങളിൽ സ്നാനം ചെയ്ത് കുറിയിട്ട് അണിഞ്ഞൊരുങ്ങി മാലയും ചാർത്തി തേരിലോ കുതിരപ്പുറത്തോ ആനപ്പുറത്തോ ഒക്കെ എഴുന്നള്ളിച്ചു കൊണ്ടുപോകും. മറ്റു ചിലപ്പോൾ ദിഗംബരനായി അങ്ങനെ സഞ്ചരിക്കും. നഹം നിന്ദേ നജസ്തൗമി സ്വഭാവവിഷമം ജനം ഏതേഷാം ശ്രേയ ആശാസേ ഉദൈകാത്മ്യം മഹാത്മനി. ജനങ്ങളെ, മറ്റുള്ളവരെ, മനുഷ്യർ ഭിന്ന സ്വഭാവം ഉള്ളവരാണ്. അവരെ ഞാൻ സ്തുതിക്കാറില്ല, നിന്ദിക്കാറുമില്ല.
എല്ലാവർക്കും ആ സർവേശ്വരനിൽ ഐക്യമാകുന്ന ശ്രേയസ് ആശംസിക്കുന്നു. ബുദ്ധിയെ ചിത്തവൃത്തിയിലും, ചിത്തവൃത്തിയെ മനസ്സിലും, മനസ്സിനെ സാത്വിക അഹങ്കാരത്തിലും, അതിനെ മായയിലും ഹോമിക്കുക. ആ മായയെ ആത്മാനുഭൂതിയിൽ ഹോമിക്കുക. ഇത്തരത്തിൽ സത്യദൃക്കായിട്ടുള്ള ഒരു മുനി സർവകർമ്മങ്ങളിൽ നിന്നും നിവർത്തിച്ച് സ്വാനുഭൂതി കൊണ്ട് ആത്മസംസ്ഥിതനായി വസിക്കണം. എൻ്റെ ജീവിതം ലൗകിക ആചാരങ്ങൾക്കും ശാസ്ത്രവിധികൾക്കുമൊക്കെ വിപരീതമായിട്ട് തോന്നും. അത് സുഗുപ്തമാണ്. എന്നാലും അങ്ങ് ഭഗവത് പ്രിയനായതുകൊണ്ട്, ഭക്തനായതുകൊണ്ട് ഞാനത് അങ്ങയോട് പറഞ്ഞു എന്നേ ഉള്ളൂ. സ്വാത്മവൃത്തം മയേദ്ധം തേ സുഗുപ്തമഭിവർണിതം വ്യപേദം ലോകശാസ്ത്രാഭ്യാം ഭവാൻ ഹി ഭഗവത്പര. ഇത്തരത്തിൽ ദത്താത്രേയ യോഗീശ്വരനിൽ നിന്നും പാരമഹംസ്യധർമ്മത്തെ, യതിധർമ്മത്തെ ശ്രവിച്ചതായ പ്രഹ്ലാദൻ വളരെ സന്തോഷത്തോടുകൂടി ആ യോഗീശ്വരനെ പൂജിച്ച് അവിടെ നിന്ന് മടങ്ങുകയും ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ സപ്തമസ്കന്ധത്തിലെ 13-ാം അധ്യായത്തെ ഇവിടെ സമർപ്പിക്കുന്നത്. ശ്രീമദ് ഭാഗവതം 7-ാം സ്കന്ധം 14-ാം അധ്യായം സദാചാര നിരൂപണം. ശ്രീനാരദ മഹർഷി ധർമ്മപുത്ര മഹാരാജാവിന് കൊടുക്കുന്ന ഉപദേശം തുടരവേ ധർമ്മപുത്രരുടെ അടുത്തൊരു ചോദ്യം. അല്ലയോ മഹർഷേ, എന്നെപ്പോലെ മൂഢബുദ്ധിയായിട്ടുള്ള ഗൃഹസ്ഥൻ എങ്ങനെയാണ് സർവകർമ്മങ്ങളിൽ നിന്ന് നിവർത്തിക്കുകയും ആത്മസംസ്ഥിതനായി ഇരിക്കാനും സാധിക്കുക? എങ്ങനെ ഈ ഒരു അവസ്ഥയെ പ്രാപിക്കാം? ആ ചോദ്യത്തിന് മറുപടിയായിട്ട് ശ്രീനാരദ മഹർഷി പറഞ്ഞു, കർമ്മങ്ങളെ എങ്ങനെ ചെയ്താലാണ് നൈഷ്കർമ്മ്യം പ്രാപിക്കാൻ കഴിയുക? ഗൃഹേഷു അവസ്ഥിതോ രാജൻ ക്രിയാ കുറുവൻ ഗൃഹോചിതാ വാസുദേവാർപ്പണം സാക്ഷാത് ഉപാസീത മഹാമുനി. ഗൃഹസ്ഥൻ ആശ്രമോചിതമായ കർമ്മങ്ങളെ വാസുദേവാർപ്പണമായിട്ട്, ഈശ്വരാർപ്പണമായിട്ട് ചെയ്യുക, മഹാത്മാക്കളെ സേവിക്കുക, സജ്ജനങ്ങളിൽ നിന്നും മാമുനിമാരിൽ നിന്നും ശ്രദ്ധയോടുകൂടി ഭഗവത് കഥാമൃതത്തെ ശ്രവണം ചെയ്യുക. സൽക്കഥാശ്രവണം കൊണ്ടും സജ്ജനസംഘം കൊണ്ടും അവനവൻ്റെ ശരീരം, പത്നി, പുത്രൻ ഇവയിലൊക്കെയുള്ള ആസക്തിയിൽ നിന്നും വിമുക്തനായി തീരും. സ്വപ്നത്തിൽ നിന്ന് ഉണർന്നവനെ പോലെ ക്രമേണ മുക്തനായി തീരാൻ കഴിയും. എപ്പോഴും അറിവുള്ളവർ ദേഹഗേഹാദികളിൽ എത്രയാണോ ഒരുവന് ആവശ്യം അത്രയും മാത്രം സ്വീകരിച്ച് വിരക്തനായിട്ട്, എന്നാൽ ആസക്തനെ പോലെ വിരക്തോ രക്തവൽത്തത്ര ലോകേ നരതാമ്യസേൽ, വിരക്തനായിരിക്കണം എന്നാൽ പുറമേക്ക് ആസക്തനെ പോലെ പെരുമാറുകയും വേണം. ബന്ധുക്കൾ, മാതാപിതാക്കന്മാർ, പുത്രന്മാർ, സഹോദരന്മാർ, സുഹൃത്തുക്കൾ അവർ ആഗ്രഹിക്കുന്നതെന്തോ, അവർ പറയുന്നതെന്തോ അതിനെ അനുമോദിക്കുക. അതേസമയം നിർമ്മമനായി വസിക്കുക. നമുക്ക് വന്നു ചേരുന്നതായ ധനം, ദിവ്യം, ഭൗമം, അന്തരീക്ഷം ഇതെല്ലാം ഈശ്വരനിർമ്മിതമാണ്. അവയെ ഉപയോഗിച്ചുകൊണ്ട് വേണം ഒരറിവുള്ള ഒരുവൻ തൻ്റെ ജീവിതത്തെ നയിക്കേണ്ടത്. യാവത് ഭ്രിയേത ജഠരം താവൽ സ്വത്വം ഹി ദേഹിനാം അധികം യോഭിമന്യേത സസ്തേനോ ദണ്ഡമർഹതി. ഒരുവന്റെ ഉദരത്തിൽ എത്ര
സ്വീകരിക്കാൻ കഴിയുമോ അത്രമാത്രമേ ഓരോ ജീവനും അവകാശമുള്ളൂ. കൂടുതൽ ധനം, കൂടുതൽ വിഭവങ്ങൾ തൻ്റേതാണ് എന്ന് അവകാശപ്പെടുന്നവൻ കള്ളനാണ്, അവനെ ശിക്ഷിക്കണം. പക്ഷി മൃഗാദികളോട് ഏതുപോലെ വേണം? മൃഗോഷ്ട്ര ഖരമർക്കാഘു സരീഷും ഖഗ മക്ഷിക. മൃഗങ്ങളെ ചിലതിനെ സൂചിപ്പിച്ചു എന്ന് മാത്രം. മാൻ, ഒട്ടകം, കഴുത, കുരങ്ങ്, എലി, പാമ്പ്, പക്ഷി, ഈച്ച, ഇതിനോടൊക്കെ ഏതുപോലെ ആയിരിക്കണം? ആത്മന പുത്രവൽപശ്യേ തൈരേഷാം അന്തരം കിയൽ. പുത്രരൂപേണ സ്വന്തം മക്കളെ പോലെ വേണം അവയെ കരുതാൻ. എന്താണ് അവ തമ്മിൽ ഭേദമുള്ളത്? ഗൃഹസ്ഥനാണ് എങ്കിലും ധർമാർത്ഥകാമങ്ങൾക്ക് വേണ്ടി വളരെയധികം ക്ലേശിക്കരുത്. കാലദേശങ്ങൾക്കനുസരിച്ച് ദൈവാധീനം കൊണ്ട് വന്നു ചേരുന്നതിനെ സ്വീകരിച്ച് തൃപ്തനാവണം. ശ്വാക്കൾ, ശുഭജന്മാർ, പതിതന്മാർ ഇവർക്കൊക്കെ ആഹാരത്തെ നൽകണം. ഭാര്യയിലുള്ള മമതാബുദ്ധിയെ ഉപേക്ഷിക്കണം. അങ്ങനെ ഉപേക്ഷിക്കുന്ന ഒരുവൻ ഈശ്വരനെ സ്വാധീനമാക്കുന്നു. ഈ ശരീരം അത് കൃമിവിഡ് ഭസ്മനിഷ്ഠാന്തം ക്വേദം തുച്ഛം കളേവരം. ഒന്നുകിൽ കൃമികീടങ്ങളായി തീരേണ്ടതാണ്, അല്ലെങ്കിൽ അഗ്നിക്കിരയായി ചിതയിൽ വെച്ച് ചാമ്പലാക്കി തീർക്കേണ്ടതാണ്. അങ്ങനെയുള്ള ഈ നിസാരമായ ശരീരം, ഈ ശരീരത്തോടുകൂടി ഒരു പുരുഷൻ തൻ്റെ പത്നിയോടൊപ്പം രമിക്കുമ്പോൾ ആ തൻ്റെ പത്നിയുടെ ശരീരവും എത്ര തുച്ഛമാണ്. ഒരു ഗൃഹസ്ഥൻ തനിക്ക് ലഭിക്കുന്ന ദ്രവ്യങ്ങളെ കൊണ്ട് യജ്ഞങ്ങൾ നടത്തി സ്വത്വബുദ്ധി കൂടാതെ ജീവിതവൃത്തിയെ നിർവഹിക്കുക. അങ്ങനെയാണ് എങ്കിൽ മഹത്വത്തെ പ്രാപിക്കും. ദേവന്മാർ, പിതൃക്കൾ, മനുഷ്യർ, ഭൂതങ്ങൾ, ഋഷിമാർ ഇവരെല്ലാം പൂജിക്കുക. ഇവിടെ ഇതെല്ലാം യജ്ഞരൂപേണയാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്. ദേവയജ്ഞം, ഋഷിയജ്ഞം, നൃയജ്ഞം, ഭൂതയജ്ഞം, പിതൃയജ്ഞം. സ്വധർമാനുഷ്ഠാനമനുസരിച്ച് വന്നു ചേരുന്ന ധനം കൊണ്ട് പഞ്ചയജ്ഞങ്ങളെ ചെയ്യുക, ഈശ്വര ആരാധന നടത്തുക. സമ്പത്തും അർഹതയുമുണ്ട് എങ്കിൽ യജ്ഞവിധി അനുസരിച്ച് അഗ്നിഹോത്രാദികളെ കൊണ്ട് ഈശ്വരാരാധനയെ ചെയ്യാം. സാധുക്കളെ പൂജിക്കുക. ദേവന്മാർക്കും അതിഥികൾക്കും സാധുക്കൾ, വഴിപോക്കരായിട്ടുള്ളവർ, ഭിക്ഷുക്കളായിട്ടുള്ളവർ, അവർക്ക് കഴിയുന്നത്ര ദാനം നൽകി അവരിൽ ക്ഷേത്രജ്ഞരൂപേണ വർത്തിക്കുന്നതായ ഈശ്വരനെ ആരാധിക്കുക. അതുപോലെ സമ്പത്തിൻ്റെ അവസ്ഥ അനുസരിച്ച് അവരവരുടെ ശക്തിക്കനുസരിച്ച് മഹാലയ പുണ്യകാലത്തിൽ മരിച്ചുപോയവരുടെ, പിതൃക്കളുടെ, മാതാപിതാക്കളുടെ, അവരുടെ ബന്ധുക്കളുടെയോ പിതാമഹ പരമ്പരയുടെയോ എല്ലാം ശ്രാദ്ധത്തെ നടത്തണം. കർക്കിടക സംക്രമം, മകരസംക്രമം എന്നിങ്ങനെയുള്ള അയനങ്ങളിൽ ദക്ഷിണായന, ഉത്തരായനങ്ങൾ ആരംഭിക്കുന്ന സംക്രമ കാലം, മേടം, തുലാം സംക്രമം, അങ്ങനെയുള്ള വിഷുവൽ കാലങ്ങൾ, വ്യതിപാതകാലം, സൂര്യഗ്രഹണം, ചന്ദ്രഗ്രഹണം എന്നിങ്ങനെയുള്ള
സമയങ്ങളിൽ ദ്വാദശി തിഥിയിൽ തിരുവോണം, അവിട്ടം, ചതയം അങ്ങനെ 3 നക്ഷത്രങ്ങൾ. ഈ സമയങ്ങളിലെല്ലാം ദേവപൂജയും പിതൃപൂജയും ചെയ്യാം. വൈശാഖമാസത്തിലെ ശുക്ലപക്ഷത്തിലെ അക്ഷയ തൃതീയ ദിവസം, കാർത്തിക മാസത്തിലെ ശുക്ലപക്ഷത്തിലെ നവമി തിഥിയിലും, ഹേമന്ത ഋതുവിലും ശിശിര ഋതുവിലും, ധനു, മകരം, കുംഭം, മീനം എന്നീ മാസങ്ങളിൽ വരുന്ന സപ്തമി, അഷ്ടമി, നവമി, ത്രയോദശി എന്നിങ്ങനെയുള്ള 4 തിഥികളിൽ ദേവ പിതൃപൂജയെ ചെയ്യാം. മാഘമാസത്തിലെ ശുക്ല സപ്തമി, പൗർണമിയും മകവും ചേരുന്ന, രാഗയും മകവും ചേരുന്ന നക്ഷത്രം, അതായത് ഏത് ദിവസമാണോ മകൻ നക്ഷത്രവും പൗർണമിയും ഒന്നിച്ചു വരുന്നത് ആ ദിവസം ഒക്കെ ദേവപൂജയും പിതൃപൂജയും ചെയ്യാം. ദ്വാദശി തിഥിയിലും അനിഴമോ തിരുവോണമോ നക്ഷത്രങ്ങളിലും, ഉത്രം, ഉത്രാടം, ഉത്രട്ടാതി ഈ നക്ഷത്രങ്ങളിൽ ഏകാദശി തിഥി വരുമ്പോൾ ആ ദിവസവും, അല്ലെങ്കിൽ ജന്മനക്ഷത്ര ദിവസം, ആ സമയങ്ങളിലും ശ്രാദ്ധാദികളെയൊക്കെ നടത്താം. ഇതെല്ലാം മനുഷ്യന് ശ്രേയസ്സിനെ വർദ്ധിപ്പിക്കുന്നതാണ്. ഈ അവസരങ്ങളിലൊക്കെ സൽക്കർമ്മങ്ങളെ ചെയ്യണം. അങ്ങനെയുള്ള പുണ്യ ദിനങ്ങളിൽ സൽക്കർമ്മങ്ങൾ ചെയ്യുക, തീർത്ഥാടനം, ജപം, ഹോമം, വ്രതം, ദേവതാ ആരാധനം, പിതൃക്കൾക്ക് ആയിക്കൊണ്ട് അവരുടെ തൃപ്തിക്കായിക്കൊണ്ട് പിതൃക്കളെ ഉദ്ദേശിച്ച് ചെയ്യുന്ന ദാനം, മനുഷ്യർക്കും മറ്റ് ജീവജാലങ്ങൾക്കും നൽകുന്ന അന്നദാനം, ഇതൊക്കെ അക്ഷയമായ ഫലത്തെ പ്രദാനം ചെയ്യുന്നതാണ്. സത്പാത്രത്തെ ലഭിക്കുന്ന ദേശം ഏതാണോ അതാണ് പുണ്യതമമായിട്ടുള്ള ദേശം. തപസ്സും വിദ്യയും ഒക്കെയുള്ള സജ്ജനങ്ങൾ വസിക്കുന്ന ഇടം പുണ്യദേശമാണ്. ഭഗവത് അർച്ചനം നടക്കുന്ന ഇടങ്ങൾ പുണ്യദേശങ്ങളാണ്. മഹാനദികൾ, പുരാണ പ്രസിദ്ധങ്ങളായ പുണ്യനദികൾ, ഗംഗ, യമുന തുടങ്ങിയിട്ടുള്ള നദികൾ ഒഴുകുന്ന നദീതീരങ്ങൾ ശ്രേയസ്കരങ്ങളാണ്. പുഷ്കരാദി സരസ്സുകൾ, കുരുക്ഷേത്രം, ഗയ, പ്രയാഗ, പുലഹാശ്രമം, നൈമിഷാരണ്യം, രാമേശ്വരം, പ്രഭാസം, ദ്വാരക, കാശി, മധുര, പമ്പ, ബദരി, നന്ദാനദി, ചിത്രകൂടം, പഞ്ചവടി, മഹേന്ദ്ര പർവ്വതം, മലയപർവ്വതം ഇതെല്ലാം പുണ്യതമദേശങ്ങളാണ്. എവിടെയൊക്കെയാണോ ഭഗവത് പൂജ നടക്കുന്നത്, എവിടെയൊക്കെയാണോ ഭക്തന്മാരുള്ളത്, അതൊക്കെ പുണ്യസങ്കേതങ്ങളാണ്. ഈ സ്ഥാനങ്ങളെ ആശ്രയിച്ചുകൊണ്ട് വേണം ശ്രേയസ് ആഗ്രഹിക്കുന്ന ഒരുവൻ സൽക്കർമ്മങ്ങളെ ചെയ്യാൻ. ഇങ്ങനെ പുണ്യസങ്കേതങ്ങളിൽ വച്ച് ചെയ്യുന്ന ധർമ്മകർമ്മങ്ങൾക്ക് വളരെ അധികം ഫലമുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ടാണ് സമസ്ത ജീവരാശികൾക്കും ആശ്രയഭൂതനായിട്ടുള്ള ആ ഭഗവാന് സമർപ്പിക്കുന്ന ആരാധന, അതുകൊണ്ട് സർവ ജീവജാലങ്ങളും തൃപ്തി നേടും, തൃപ്തരാകും. അതുകൊണ്ടാണല്ലോ ഹേ ധർമ്മപുത്ര, അങ്ങയുടെ രാജസൂയയാഗത്തിൽ സനകാദി യോഗീശ്വരന്മാരും മറ്റു ദേവന്മാരുമെല്ലാം സന്നിഹിതരായിരിക്കെ ആ ശ്രീകൃഷ്ണനെ, ആ അച്യുതനെ അഗ്രപൂജയ്ക്കായിട്ട് സ്വീകരിച്ചു കൊണ്ടുവന്ന് അഗ്രാസനത്തിലിരുത്തി പൂജിച്ചത്.
എന്നിങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ഈ സപ്തമ സ്കന്ധത്തിലെ 14-ാം അധ്യായം സദാചാര നിരൂപണം ഇവിടെ സമർപ്പിക്കുന്നത്. നമസ്കാരം. ശ്രീഹരയേ നമഃ.